തെലുങ്ക് സിനിമാ നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെലുങ്ക് സിനിമയിലെ മുടിചൂടാ മന്നനാണ് 41 വയസ്സുകാരനായ അല്ലു അർജുൻ. അദ്ദേഹത്തിൻ്റെ പുഷ്പ 2 എന്ന സിനിമയാണ് റിലീസായത്. കഴിഞ്ഞ ഡിസംബർ 4 പടം റിലീസായത്. തിയേറ്ററിൽ അത്ഭുതപൂർവമായ ആൾക്കൂട്ടം ഉണ്ടായി. ആ സമയത്ത് അവിടെ സിനിമ കാണാൻ വന്ന 35 വയസ്സുകാരി രേവതി, അത് അവരുടെ മകനും, അവിടുത്തെ തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം തിയേറ്ററിൽ അവിടെ വന്നിറങ്ങിയ നടൻ അല്ലു അർജുനെ കാണാനുള്ള തിക്കും തിരക്കപ്പെട്ട ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് സ്റ്റാമ്പേഡ് ഉണ്ടായി. ആ 35 വയസ്സ് രേവതിയുടെ പുറത്തുകൂടെ ചവിട്ടിയ ആൾക്കാർ പോയി. അവർ മരണമടഞ്ഞു, കൊല്ലപ്പെട്ടു. അവരുടെ മകനും പരിക്കേറ്റിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് അവിടെ ഒരു കേസ് അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു. ആ തിയേറ്ററിലെ ഉടമയും അവിടുത്തെ മാനേജർ നാഗരാജും അവിടുത്തെ വിജയകുമാർ എന്ന ആളും അവർ പോലീസിനെ അറിയിച്ചില്ല. തിയേറ്ററിലെ അല്ലു അർജുൻ വരുന്ന വിവരം അവർക്കറിയാമായിരുന്നു. പക്ഷേ പോലീസിനെ അറിയിക്കാതെ കൊണ്ട് അൺഎക്സ്പെക്റ്റഡായി മഹാനടൻ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ആൾക്കാർ തടിച്ചുകൂടി. തിയേറ്ററിലുള്ള ആൾക്കാരും അങ്ങനെ ഉണ്ടായ ആ ബഹളത്തിനിടയിൽ വീണുപോയ രേവതി എന്ന 35-കാരുടെ പുറത്തുകൂടെ ആൾക്കാർ ചവിട്ടി മെതിച്ച് കടന്നുപോയി. അവർ കൊല്ലപ്പെട്ടു. അവരുടെ മകനും ഗുരുതരമായി പരിക്കേറ്റു. ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, കേസിൻ്റെ വഴിക്ക് പോകും, അത് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും എന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് അവിടുത്തെ പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ഉടനെ അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസം റിമാൻഡ് ചെയ്തു. ഏതായാലും അല്ലു അർജുൻ ഈ കേസിനകത്ത് റെസ്പോൺസിബിൾ അല്ല. അദ്ദേഹത്തിന് ഒരു റോളും ഇതിനകത്തില്ല. 304 IPC റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അവിടുത്തെ തെലങ്കാന അവിടുത്തെ ഹൈക്കോടതി അദ്ദേഹത്തിന് ഇന്ന് ജാമ്യം അനുവദിച്ചു. കാരണം അദ്ദേഹത്തിന് സബ് ജയിലിലേക്ക് പോകേണ്ടി വന്നില്ല. റിമാൻഡ് ചെയ്തു 14 ദിവസം. പക്ഷേ അതിനു മുമ്പ് ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഇനി മുന്നോട്ട് പോകാം, സബ് ജയിലിൽ കിടക്കണ്ട. ഏതായാലും ഈ സംഭവം ഇന്ത്യയിൽ മുഴുവൻ വലിയ വാർത്തയായി. അല്ലു അർജുൻ എന്ന ആ തെലങ്കാനയിലെ മഹാനടനെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രശ്നമാണ്. ആൾക്കാർ അതുപോലെ ഇടിച്ച് തിയേറ്ററിൽ കയറുകയും വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ആ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പടം റിലീസ് ചെയ്യും. പുഷ്പ 1 ഭാഗമാണ് ആദ്യം റിലീസ് ചെയ്ത്. അത് വളരെയധികം കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയാണ്. രണ്ടാമത് പുഷ്പ 2ന്റെ റിലീസാണ് ഡിസംബർ മാസം 4 തീയതി നടന്നത്. തിയേറ്ററിലെ നടൻ വരുന്ന വിവരം തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കണമായിരുന്നു. അവരത് അറിയിക്കാതിരുന്നു. നടൻ വന്നു, ആൾക്കൂട്ടമുണ്ടായി, ഒരാളുടെ മരണത്തിൽ അവശേഷിച്ചു. ആ 35 വയസ്സുകാരിയുടെ മകന് വേണ്ട ചികിത്സയ്ക്ക് ചെയ്യാൻ എല്ലാ സഹായവും താൻ ചെയ്യാം, എത്ര രൂപ വേണമല്ലോ അതിനൊന്ന് മുടക്കാൻ റെഡിയാണ് എന്നും അല്ലു അർജുൻ പറഞ്ഞു. അവർക്ക് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കാനും ഞാൻ റെഡിയാണ്. ഇന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തെന്ന് കഴിഞ്ഞപ്പം രേവതിയുടെ ഭർത്താവ് അതിനെ എതിർത്തു. അവർ പറഞ്ഞു, അദ്ദേഹം കുറ്റമൊന്നും ചെയ്തില്ല, അദ്ദേഹം അവിടെ വന്നേ ഉള്ളൂ, എൻ്റെ ഭാര്യ മരിച്ചു എങ്കിലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ മഹാനടൻ വരുൺ ധവാൻ തീർച്ചയായിട്ടും അദ്ദേഹം ഈ അറസ്റ്റിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. ഏതായാലും 3 പേരുടെ അറസ്റ്റ് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടായി. അതിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ല ഇതുവരെ. ഏതായാലും രേവതിയുടെ ഭർത്താവ് കേസ് പിൻവലിച്ചതുകൂടി അവർക്ക് ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കാൻ റെഡിയാണ്, കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തിനുണ്ടായ ഭീമമായ നഷ്ടം, അതിൽ തീർച്ചയായിട്ടും കോമ്പൻസേഷൻ കൊടുക്കും. 304 IPC പ്രകാരമുള്ള കേസ് നിലനിൽക്കത്തില്ല. കാരണം അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ പടം റിലീസ് ചെയ്ത സ്ഥലത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു പോലീസ് ബന്ദോബസ്ത് വേണമായിരുന്നു ഇത്ര വലിയൊരു മഹാനടൻ വരുമ്പോൾ. പക്ഷേ അത് ആ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ചയാണ്. ആ വീഴ്ച മൂലം ഒരു 304 IPC അതിനകത്ത് അട്രാക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും അവരെയും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടും. ഈ കേസ് എടുത്തത് കൊണ്ട് അത് അവരെ
കുറ്റക്കാരാണെന്ന് പറയാനും കഴിയില്ല. അതിലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് റിയാക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും.